ഹലോ ഓൾ, വെൽക്കം ടു സൈറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് എത്യോപ്യ വരെ ഒന്ന് പോയാലോ? അവിടെ നിന്നും എത്യോപ്യൻ ഫുഡും കൾച്ചറൽ ആക്ടിവിറ്റീസ്, എത്യോപ്യൻ കോഫി എല്ലാം കണ്ടും കഴിച്ചും ആസ്വദിച്ചും നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ റിയാദ് സീസണിൻ്റെ ഭാഗമായി നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റിവൽസിനോടനുബന്ധിച്ച് ഈ ആഴ്ച നമ്മൾ പോയി കണ്ടത് എത്യോപ്യൻ കൾച്ചറാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. കയറിയപ്പോൾ തന്നെ ഫുഡ് സ്റ്റോളിലോട്ടാണ് ഞങ്ങൾ നടന്നത്. എന്തിനും ആദ്യം ഫുഡ് അടി, അത് കഴിഞ്ഞാണ് പിന്നെ എന്തും. പക്ഷേ എത്യോപ്യൻ ഫുഡ് തേടി നടന്ന ഞങ്ങൾ ഇന്ത്യൻ കുൽഫി സെൻ്ററിലാണ് ചെന്നുപെട്ടത്. അവിടെ വിവിധതര കുൽഫിയിൽ നിന്നും ഒരു കുനാഫ കുൽഫി ചൂസ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ എത്യോപ്യൻ ഹാപ്പിനെസ് കൾച്ചറിലേക്ക് നടന്നു നീങ്ങി. അവിടെ വിവിധ തരം വ്യത്യസ്തമായ കാഴ്ചകളാണ് കണ്ടത്. എത്യോപ്യൻ ഫുഡും എത്യോപ്യൻ കോഫിയും എത്യോപ്യൻ കൾച്ചറിലെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. എത്യോപ്യൻ കോഫി ട്രൈ ചെയ്തിട്ട് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് സ്റ്റോറിൻ്റെ മുന്നിൽ നിന്നു. മെനു ഒന്നും അറിയത്തില്ലെങ്കിലും ചൂണ്ടിക്കാണിച്ച് ഞങ്ങളൊരു ഫുഡ് മേടിച്ചു. ബെഡ്ഷീറ്റ് മടക്കുന്നത് പോലെ ഒരപ്പവും അതിൻ്റെ കൂടെ ഒരു മട്ടൻ കറിയും തന്നു. അപ്പത്തിന് നല്ല സോഫ്റ്റായിരുന്നു, ചെറിയ പുളിപ്പും ഉണ്ടായിരുന്നു. അതും മട്ടൻ കറി. അങ്ങനെ അപ്പവും മട്ടൻ കറിയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. വീഥികളിൽ രണ്ട് സൈഡിലും എത്യോപ്യൻ കൾച്ചറിൻ്റെ ഭാഗമായി പല സാധനങ്ങളും വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. എത്യോപ്യൻ ആഭരണങ്ങളും വസ്ത്രങ്ങളും പെയിൻറ്റിങ്ങും ബാഗുകളും പിന്നെ പോട്ടറി മേക്കിങ്ങും ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ചയും കണ്ടത്. വളരെ ഭംഗിയായിരുന്നു. കുറേ നേരം നിന്ന് ക്യാമറയിൽ പകർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ സവേരി പാർക്കിൻ്റെ ഗ്രൗണ്ടിലോട്ട് നടന്നു. പാട്ടും ഡാൻസും കഴിഞ്ഞ ശേഷം എല്ലാം ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി.